നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അധോലോകം പൂർണ്ണമായി കേരളത്തെ പിടിമുറുക്കിയിരിക്കുന്നു. ഇപ്പോഴിതാ ഇൻകം ടാക്സ് വകുപ്പിൻ്റെ ഒരു മിന്നൽ സ്ട്രൈക്ക്. കേരളത്തിൽ ആദായനികുതി വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിൽ കണ്ടെടുത്തത് 1000 കോടി രൂപയിലേറെ. സംസ്ഥാനത്തെ 10 ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പുകളിൽ നിന്നാണ് ഇത്രയും കള്ളപ്പണം വെട്ടിച്ചതിൻ്റെ രേഖകൾ ഇൻകം ടാക്സ് പിടിച്ചെടുത്തത്. ഹവാല സംഘങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ നിരവധി തെളിവുകൾ ഇൻകം ടാക്സ് റെയ്ഡിൽ ഉയർന്നുവന്നു. ഉപഭോക്താക്കളിൽ നിന്ന് GST അടക്കം ഈടാക്കിയതിനു ശേഷം കമ്പ്യൂട്ടറിൽ കൃത്രിമം കാണിച്ച് ബിൽ തുക കുറച്ച് രേഖപ്പെടുത്തുകയാണിവർ. കാസർഗോഡ് മുതൽ കൊല്ലം വരെ ഏകദേശം 45 ഇടങ്ങളിലായിരുന്നു ഇപ്പോൾ ആദായനികുതി വകുപ്പ് നടത്തിയ പരിശോധന. ഹവാല ഇടപാടുകളുടെ നിരവധി തെളിവുകൾ ആദായനികുതി വകുപ്പ് ശേഖരിച്ചു. ഇതര സംസ്ഥാനങ്ങളിലെ തുണിമില്ലിൽ നിന്നും മൊത്തക്കച്ചവടക്കാരിൽ നിന്നും ടെക്സ്റ്റൈൽസുകാർ വാങ്ങുന്ന തുണിത്തരങ്ങളുടെ വില സ്വർണ്ണക്കടത്ത് ഹവാല സംഘങ്ങൾ വഴിയാണ് ഇവർ നൽകുന്നത്. കള്ളക്കടത്തായി കേരളത്തിലെത്തുന്ന സ്വർണം പിന്നീട് മറ്റു സംസ്ഥാനങ്ങളിൽ എത്തിച്ച് അത് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ടെക്സ്റ്റൈൽസുകൾക്ക് വേണ്ടി തുണിമില്ലുടമകൾക്ക് നൽകുകയാണ് ഇപ്പോൾ ഹവാല സംഘങ്ങളുടെ ഇടപാട്. തുടർന്ന് തുല്യമായ തുക ടെക്സ്റ്റൈൽസ് ഉടമകൾ ഹവാല ഇടപാടുകാർക്ക് കേരളത്തിലും കൈമാറും. കേരളം നടക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രമുഖ ബ്രാൻഡുകൾ ഉൾപ്പെടെയുള്ള ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പുകളും ഈ തട്ടിപ്പിൽ ഉൾപ്പെടുന്നു. റെയ്ഡിൽ നിന്ന് ലഭിച്ച രേഖകൾ പരിശോധിക്കുകയാണെന്നും പ്രാഥമിക കണക്കിൽ തന്നെ ഏകദേശം 1000 കോടി രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയെന്നും ആദായനികുതി വകുപ്പ് പറയുന്നു. എന്നാൽ ഏതൊക്കെ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പുകളാണ് തട്ടിപ്പ് നടത്തിയത് എന്ന് വരും ദിവസങ്ങളിൽ വിശദമാക്കുമെന്നതാണ് ആദായനികുതി വകുപ്പിൻ്റെ നിലപാട്. ചുരുക്കം ചില വൻകിട ബ്രാൻഡുകളും മറ്റ് ചില മൊത്തക്കച്ചവടക്കാരുമാണ് ഇപ്പോൾ ആദായനികുതി വകുപ്പിൻ്റെ വലയിൽപ്പെട്ടത്. കേരളത്തിൻ്റെ മുക്കിലും മൂലയിലുമൊക്കെയുള്ള വസ്ത്ര ചില്ലറ വ്യാപാരികൾ. ഇവർക്ക് വസ്ത്രമെത്തിച്ചു കൊടുക്കുന്നത് ഒരു സമുദായ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പിൽ നിന്നാണ്. ഈ ഗ്രൂപ്പിൽ നിന്ന് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലുമൊക്കെ ചെറുകിട കച്ചവടക്കാർക്ക് ഇവർ വസ്ത്രങ്ങൾ നൽകുന്നു വിൽക്കാനായി. ഈ കച്ചവടം അത്രയും ഹവാല ഇടപാടുകളിലൂടെയാണ്. GSTയോ ആദായനികുതിയോ ഇവർ അടയ്ക്കുന്നില്ല. ഉപഭോക്താക്കളിൽ നിന്ന് GST അടക്കം ഈടാക്കിയതിനു ശേഷം കമ്പ്യൂട്ടറിൽ കൃത്രിമം കാണിച്ച് ബിൽ തുക കുറച്ച് രേഖപ്പെടുത്തുകയാണ് ഇവർ ചെയ്യുന്നത്. കാസർഗോഡ് മുതൽ കൊല്ലം വരെ 45 ഇടങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ മിക്കയിടങ്ങളിലും കച്ചവട രീതി ഇതുതന്നെയാണ്. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് എന്ന് ആദായനികുതി വകുപ്പ് പറയുന്നു. റെയ്ഡുകൾ ഇപ്പോഴും തുടരുകയാണ്. 1000-ലധികം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ റെയ്ഡുകൾ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 30-ാം തീയതി കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ഐലൻഡിന് സമീപം ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് കുഴൽപ്പണം കണ്ടെത്തുന്നു. കൊച്ചി മാർക്കറ്റ് റോഡിലെ ടെക്സ്റ്റൈൽസ് ഉടമ രാജ മുഹമ്മദ് എന്നയാളാണ് ഇതിനു പിന്നിൽ എന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ആർക്കു വേണ്ടിയാണ് പണം കൊണ്ടുവന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനായി ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. കേസിൽ പിടിയിലായ ഓട്ടോ ഡ്രൈവർ തമിഴ്നാട് സ്വദേശി രാജഗോപാലിന് സംഭവവുമായി നേരിട്ട് ബന്ധമില്ല എന്ന് പോലീസ് മനസ്സിലാക്കുന്നു. കണങ്കാട് പാലത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് അന്ന് പിടിച്ചെടുത്തത് 2,70,00,000 രൂപ. 3 സഞ്ചികളിലായി 500-ന്റെ 97 നോട്ടുകെട്ടുകളായിരുന്നു അനധികൃതമായി സൂക്ഷിച്ചിരുന്നത്. നഗരത്തിലെ വ്യാപാരി കൊടുത്തുവിട്ട പണമാണ് ഇതെന്നും ഭൂമി വാങ്ങാൻ കൊണ്ടുവന്നതാണ് എന്നും ഓട്ടോറിക്ഷ ഡ്രൈവർ മൊഴി നൽകി. എന്നാൽ തുടർ പരിശോധനയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു. പിന്നീട് നമ്മൾ കേൾക്കുന്നത് ബ്രോഡ്വേയിലെ തുണി വ്യാപാര സ്ഥാപനത്തിൽ നിന്നും 6,75,00,000 രൂപ പിടികൂടിയ വാർത്തകളാണ്. സ്റ്റേറ്റ് GST ആൻഡ് ഇൻഷുറൻസ് വിഭാഗം ഉദ്യോഗസ്ഥരാണ് ഈ പണം പിടികൂടിയത്. മൊത്തത്തുണി വ്യാപാര സ്ഥാപനമായ രാജധാനിയിൽ നിന്നാണ് പണം പിടിച്ചെടുത്തത്. എറണാകുളം കേന്ദ്രീകരിച്ച് വസ്ത്ര വ്യാപാര മേഖലയിലെ മൊത്ത വിൽപ്പനക്കാരായിരുന്നു ഇവർ. വൻതോതിൽ അനധികൃത ടെക്സ്റ്റൈൽസ് വഴിയും ചെറുകിട ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൂടെയും വിൽപ്പന നടത്തുന്ന ഇത്തരം തുണിത്തരങ്ങൾക്ക് GST ഇവർ അടച്ചിരുന്നില്ല. നാളുകളായി തുടർന്ന നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് GST ഉദ്യോഗസ്ഥർ ഈ റെയ്ഡ് അന്ന് സംഘടിപ്പിച്ചത്. ബ്രോഡ്വേയിൽ പ്രവർത്തിക്കുന്ന എറണാകുളത്തെ പ്രധാനപ്പെട്ട തുണിക്കച്ചവടക്കാരായ രാജധാനി ടെക്സ്റ്റൈൽസിൽ നിന്ന് പണം പിടികൂടിയ വിവരം തുടർന്ന് ആദായനികുതി വകുപ്പിനെ അറിയിക്കുന്നു. 4 വ്യാപാര സ്ഥാപനങ്ങളിലും ഉടമയുടെ വീട്ടിലുമായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത്. 5 കോടി രൂപയിലധികം കണക്കിൽപ്പെടാതെ കണ്ടെത്തിയാൽ ഉടമയെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നിയമം.
എന്നാൽ രാജധാനിയിൽ നിന്ന് 6 കോടിയിൽ പരം രൂപ കണ്ടെടുത്തുവെങ്കിലും അറസ്റ്റ് നടപടികളിൽ വന്ന കാലതാമസം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രദ്ധിക്കാനിടവന്നു. ഉന്നതതല ബന്ധങ്ങളാണ് രാജധാനിയിലെ കണക്കിൽപ്പെടാത്ത പണത്തിന്റെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നത് എന്ന വാദങ്ങൾ ഉയർന്നു. ബ്രോഡ്വേ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ വസ്ത്രവ്യാപാരശാലയിൽ നിന്ന് 6 കോടിയിലധികം രൂപ കണ്ടെടുത്തതിന് പിന്നാലെ മറ്റ് വസ്ത്രവ്യാപാരശാലകളെ നിരീക്ഷിക്കാൻ GST വകുപ്പ് ശ്രമങ്ങൾ തുടങ്ങി. രാജധാനിയിൽ GST നടത്തിയ ഈ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങൾ ആദായനികുതി വകുപ്പ് മനസ്സിലാക്കി. ഇതിൻ്റെ തുടർചലനങ്ങളാണ് ഇപ്പോൾ കേരളം നടക്കുന്ന വലിയ സർജിക്കൽ സ്ട്രൈക്കിലേക്ക് കടന്നിരിക്കുന്നത്. ആദായനികുതി വകുപ്പ് ഇപ്പോൾ അനധികൃത ഇടപാടുകൾ നടത്തുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്ന വസ്ത്ര വ്യാപാര ശൃംഖലകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല. ഇത് സംബന്ധിച്ച മുഴുവൻ രേഖകളും പരിശോധിച്ചതിന് ശേഷം വസ്ത്രവ്യാപാരശാലകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് ആദായനികുതി വകുപ്പ് പറയുന്നത്. കേരളത്തിൽ ശരിയായ വിധത്തിൽ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്ക് ഇരുട്ടടിയാണ് ഇത്തരം കള്ളക്കച്ചവടക്കാർ. ഹവാല ഇടപാടുകളിലൂടെ അവർ കോടികൾ കൈക്കലാക്കുന്നു. മറ്റു സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് സ്വർണ്ണ കള്ളക്കടത്തടക്കം നടത്തുന്ന വലിയ ഹവാല ഗ്രൂപ്പുകളാണ് ഇത്തരം കച്ചവടക്കാർക്ക് പിന്നിൽ. വർഷങ്ങളായി പലരും ഈ രീതി കേരളത്തിൽ തുടരുന്നു എന്നതാണ് ആദായനികുതി വകുപ്പിന് ലഭിച്ചിരിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.